ട്രെയിനിൽ നിന്നും സ്വർണം കൊള്ളയടിച്ച കേസിൽ 8 പ്രതികൾ പിടിയിലായി. RPF സംഘവും തമിഴ്നാട് റെയിൽവേ പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. കഴിഞ്ഞ മാസം തമിഴ്നാട്ടിലെ കുഴിയത്തുറയിൽ വെച്ചായിരുന്നു കവർച്ച. ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോയ സ്വർണമാണ് പ്രതികൾ കവർന്നത്. ഹരി മോഹൻ വിവരങ്ങളുമായി. ഹരി, ഇപ്പോൾ കേസിൽ 8 പ്രതികൾ പിടിയിലായിരിക്കുന്നു. ആരാണിവർ? എന്താണ് അറിയാനാകുന്നത്? കൃതി 8 പ്രതികളാണ് കഴിഞ്ഞ മാസം 16-ാം തീയതി, അതായത് മെയ് 16-ാം തീയതി തമിഴ്നാട്ടിലെ കുഴിത്തുറയിൽ വെച്ച് ഗുരുവായൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയ ട്രെയിനിൽ നിന്നുള്ള സ്വർണം മോഷ്ടിച്ച കേസിൽ, സ്വർണം കവർന്ന കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് 8 പേരും മലയാളികളാണ് എന്നുള്ള പ്രാഥമിക വിവരമാണ് ഇക്കടത്തിൽ ലഭിക്കുന്നത്. RPF-ഉം ഒപ്പം തമിഴ്നാട് റെയിൽവേ പോലീസും ചേർന്ന് നടത്തിയ സംയുക്ത അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. തൃശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന 8 പേരാണ് ഇവർ. ഇവർക്കെതിരെ നിരവധിയായിട്ടുള്ള കേസുകൾ ഇതിനോടകം തന്നെയുണ്ട്. മോഷണ കേസുകളുണ്ട്, അതിൽ വൻ കവർച്ചാ കേസുകളുണ്ട്, മറ്റ് ക്രിമിനൽ കേസുകളടക്കം ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 1.5 കിലോയ്ക്ക് അടുത്തുള്ള സ്വർണ്ണമാണ് തൃശൂർ സ്വദേശി ജോസിന്റേതായി കഴിഞ്ഞ മാസം 16-ാം തീയതി ട്രെയിനിൽ വെച്ച് കൊള്ളയടിക്കപ്പെട്ടത്. കന്യാകുമാരി, തിരുനെൽവേലി, തൂത്തുക്കുടി എന്നീ ഭാഗങ്ങളിലുള്ള ജുവലറികൾക്ക് നൽകാൻ പോയിട്ടുള്ള സ്വർണ്ണമാണ്, അതായത് നിയമവിധേയമായി തന്നെ നൽകാൻ പോയിട്ടുള്ള സ്വർണ്ണമാണ് ഇത്തരത്തിൽ കുഴിത്തുറയിൽ വെച്ച് കഴിഞ്ഞ മാസം കൊള്ളയടിക്കപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്ന് രാത്രിയാണ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ, അതായത് കുഴിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ 2 പേർ ഈ സ്വർണ്ണമടങ്ങിയ ബാഗുമായി അവിടെ നിന്ന് ഈ ജോസിനെ ആക്രമിച്ച ശേഷം കടന്നു കളയുകയായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് അതിനുശേഷം CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചതിൽ നിന്നാണ് പ്രതികളെ തിരിച്ചറിയാനായത് ഇപ്പോൾ കണ്ടെത്തിയത്.